ഓക്കെ. സോ അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് എന്ത് ഡ്രൈയിങ് ആൻഡ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഡ്രൈയിങ് ആൻഡ് ഡീഹൈഡ്രേഷൻ? സോ the preservation of foods by drying is a time-honored and most common method used by humans and the food processing industry. നമ്മുടെ ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രിയിലും നമ്മൾ വീടുകളിലൊക്കെ ആയിട്ട് ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്ന മെത്തേഡാണ് എന്ത് ഡ്രൈയിങ് എന്ന് പറയുന്നത്. എന്ത് ഉണക്കിയെടുക്കുക. ഓക്കെ. Dehydration of food is one of the most important achievements in human history, making humans less dependent upon a daily food supply even under adverse environmental conditions. And dehydration എന്ന് വെച്ചാൽ എന്താണ്? വാട്ടറിന്റെ എമൗണ്ട് ഫുഡിൽ നിന്ന് റെഡ്യൂസ് ചെയ്യുക. ഇപ്പൊ നല്ല അഡ്വേഴ്സ് ആയിട്ടുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് എല്ലാ ഫുഡിനെയും അത്ര ആ രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. സോ അങ്ങനെയുള്ള കേസിൽ നമ്മൾ പറയുന്ന മെത്തേഡാണ് ഇത് ഡീഹൈഡ്രേഷൻ. ആക്ച്വലി ഡ്രൈയിങ് ഇൻ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് സംവാട്ട് സിമിലർ ആണ്, എന്നാലും അതിനകത്തുള്ള മോയ്സ്ചർ കണ്ടന്റിലാണ് എന്ത് വേരിയേഷൻ നമ്മൾ പറയുന്നത്. Okay, though in earlier times drying was depend on the sun, and nowadays many types of sophisticated equipment and methods are used to dehydrate foods. പണ്ട് നമ്മൾ എന്താണ് ഏറ്റവും ആകെ ചെയ്തുകൊണ്ടിരുന്ന ഒരു മെത്തേഡ് എന്തായിരുന്നു? സൺ ഡ്രൈയിങ് മെത്തേഡ് ആയിരുന്നു. ആൻഡ് ഇപ്പം നമ്മൾ എന്താണ് ഈ ഡ്രൈയിങ് അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ പ്രോസസ്സിനെ അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്യുപ്മെന്റ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഡ്യൂറിംഗ് ദ പാസ്റ്റ് ഫ്യൂ ഡിക്കേഡ്സ് considerable efforts have been made to understand some of the chemical and biochemical changes that occur during dehydration and develop methods for preventing undesirable quality losses. And കുറച്ച് നാളത്തേക്ക് എന്തായിരുന്നു നമ്മൾ ഒരുപാട് എഫേർട്സ് ഇട്ടിട്ടുണ്ട്. എന്തിനാ? ഈ ഒരു മെത്തേഡ് വഴി എന്തൊക്കെ ഫുഡിനകത്ത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാവാം, അതുവഴി എങ്ങനെ ഫുഡിന്റെ ക്വാളിറ്റി ലോസ് ഉണ്ടാവും നമുക്ക് പ്രിവെന്റ് ചെയ്യാം, അതിന്റെയൊക്കെ ബേസിൽ. ഓക്കെ. സോ അത് പറയുന്നതിന് ബാദ്യം നമ്മൾ എന്ത് പറയണം? ഫുഡിനകത്തുള്ള വാട്ടറിന്റെ സ്റ്റേറ്റ്സ് പറയണം. ഓക്കെ, നമ്മൾ ഏതാണ് 3 രീതിയിലാണ് എന്ത് ഫുഡിനകത്ത് വാട്ടറിന്റെ ടേസ്റ്റ് ഇത് സ്റ്റേറ്റ്സ് പറഞ്ഞുകൊണ്ടിരുന്നത്. ദ ടേം ഡ്രൈഡ് ആൻഡ് ഡീഹൈഡ്രേറ്റഡ് ആർ നോട്ട് സിനോണിമസ്. ഇവർ രണ്ടുപേരും എന്താണ് സംവാട്ട് സിമിലർ ആണ്, എന്നാൽ ഇവരെന്താണ് സിമിലർ ആയിട്ടുള്ള ടേംസ് അല്ല. ഓക്കെ. Dehydrated foods are those with no more than 2.5% water. So dehydrated foods എന്താന്ന് വെച്ചാൽ ആഫ്റ്റർ ദ ഓവറോൾ പ്രോസസിംഗ് ദാറ്റ് വി ഹാവ് ഡൺ, അതിനകത്ത് മോയ്സ്ചർ കണ്ടന്റ് എന്തായിരിക്കണം? 2.5% ആയിരിക്കണം. എന്ത് അതിന്റെ മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത്. While the term dried foods applies to any food products which more than 2.5% water. And dried foods എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ് ഈ 2.5%-നേക്കാളും എന്താണ് വാട്ടർ കണ്ടന്റ് ഉണ്ടാവാം. ഓക്കെ. ഡീഹൈഡ്രേഷൻ എന്ന് വെച്ചാൽ അതിനകത്ത് വാട്ടറിന്റെ കണ്ടന്റിനെ റിമൂവ് ചെയ്യുക. എത്ര വരെ? 2.5% കൂടുതൽ വാട്ടറിന്റെ കണ്ടന്റ് ആവാൻ പാടില്ല. ഡ്രൈയിങ് എന്ന് വെച്ചാൽ അതിനകത്തു നമ്മൾ വാട്ടറിനെ റിമൂവ് ചെയ്യിക്കാം, പക്ഷെ ആ വാട്ടറിന്റെ പെർസെന്റേജ് 2.5 മേളിൽ പോവാം. ഓക്കെ. The concept of bound water and free water has been developed on drying principles, and it is important for dried products for stability during processing and storage. So, ഈ ബൗണ്ട് വാട്ടർ അല്ലെങ്കിൽ ഫ്രീ വാട്ടർ എന്ന് പോലുള്ള കൺസെപ്റ്റ്സ് ഒക്കെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് വന്നത്? ഈ ഡ്രൈയിങ് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ് എന്താ ഈ ബൗണ്ട് വാട്ടർ, ഫ്രീ വാട്ടർ എന്നുള്ള കൺസെപ്റ്റ്സ് ഒക്കെ വന്നത്. ആൻഡ് ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ ഡ്രൈഡ് പ്രൊഡക്ട്സ് ആൻഡ് സ്റ്റെബിലിറ്റി ഡ്യൂറിങ് പ്രോസസിംഗ് ആൻഡ് സ്റ്റോറേജ്. സോ ഡ്രൈഡ് പ്രൊഡക്ട്സിന്റെ പ്രോസസിംഗിന്റെ അല്ലെങ്കിൽ സ്റ്റോറേജിന്റെ സമയത്ത് അതിന്റെ സ്റ്റെബിലിറ്റി ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താ നമ്മൾ ബൗണ്ട് വാട്ടറും ഫ്രീ വാട്ടറും ഒക്കെ പറഞ്ഞു തുടങ്ങിയത്. A product containing no water is termed as bone dry. ഒരു ഫുഡിനകത്ത് ഒട്ടും വാട്ടർ കണ്ടന്റ് ഇല്ല എന്നാണെങ്കിൽ അങ്ങനെയുള്ള ഫുഡ് പ്രോഡക്റ്റിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ബോൺ ഡ്രൈ എന്ന് പറയുന്നത്. ഓക്കെ. Water exists in food in different forms or states. In foods, water having properties different from those of pure water, which can be defined as bound water. So, water ഫുഡിനകത്ത് എന്താണ് വാട്ടറിന് അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളതുണ്ട്, അല്ലെങ്കിൽ കെമിക്കലി ബൗണ്ടഡ് ആയിട്ടുള്ള വാട്ടർ ഉണ്ട്, എൻട്രാപ്ഡ് വാട്ടർ ഉണ്ട്. സോ ഓരോ വാട്ടറിനും അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റ്സ് ഓഫ് വാട്ടറിനും എന്താണ് അതിൻ്റെതായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ. In literature, the different forms of bound water are defined. For example, unfreezable, immobile, monolayer, non-solvent. ഇതൊക്കെ എന്താണ് ഈ ബൗണ്ട് വാട്ടറിന് എക്സാമ്പിൾസ് ആണ്. ഫ്രീസബിൾ അല്ലാത്ത, ഇമ്മൊബൈൽ ആയിട്ടുള്ള, മോണോലെയർ അല്ലെങ്കിൽ നോൺ സോൾവെന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന വാട്ടർ ആണ് എന്ത് ഈ ബൗണ്ട് വാട്ടർ എന്ന് പറയുന്നത്. However, the fraction of bound water depends on its definition and the measurement techniques used. And the binding energy of different states of bound water affects the drying process, since it requires more energy to remove bound water than free water. So എന്താണ്
ഇപ്പം നമ്മൾ പറഞ്ഞു ഫുഡിനകത്ത് ഏതൊക്കെ ടൈപ്സ് വാട്ടർ ഉണ്ട്, ബൗണ്ട് വാട്ടർ ഉണ്ട്, ഫ്രീ വാട്ടർ ഉണ്ട്, എൻട്രാപ്ഡ് വാട്ടർ ഉണ്ട്. ഓക്കെ, നമ്മുടെ ഈ ഒരു ഡീഹൈഡ്രേഷൻ പ്രോസസ്സിനകത്ത് നമ്മൾ എല്ലാ വാട്ടറിനെയും റിമൂവ് ചെയ്യുന്നുണ്ട്. അതായത് എൻട്രാപ്ഡ് വാട്ടറിനെയും ബൗണ്ട് വാട്ടറിനെയും ഫ്രീ വാട്ടറിനെയും ഒക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഒരു 2.5% മാത്രമേ വാട്ടറിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. എന്നാൽ ഡ്രൈയിങ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആ എൻട്രാപ്ഡ് വാട്ടർ നമ്മൾ ഇതിനകത്ത് ഫ്രീ വാട്ടറിനെ മാത്രമേ റിമൂവ് ചെയ്യുന്നുള്ളൂ. അതാണ് അതിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡ്രൈയിങ്ങിനെ നമ്മൾ യൂസ് ചെയ്യുന്ന ഹീറ്റിംഗ് മെത്തേഡ്സ്, അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹീറ്റിംഗ് മെത്തേഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഡ്രൈയിങ് പ്രോസസ്സിനെ അക്കംപ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, heating air using either an electric heater or flue gas is a conventional heating method used for drying foods. ഒന്നുകിൽ ഏതെങ്കിലും ഒരു ഇലക്ട്രിക് ഹീറ്റർ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫ്ലൂ ഗ്യാസ് മെത്തേഡ് യൂസ് ചെയ്തിട്ടോ ആണ് നമ്മൾ കൺവെൻഷൻ ആയിട്ട് ഫുഡ്സിനൊക്കെ ഡ്രൈ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. ഇൻ ദിസ് കേസ് ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ദ ഗ്യാസ് ടു ദ പ്രോഡക്റ്റ് ഒക്കേഴ്സ് മെയിൻലി ത്രൂ കൺവെക്ഷൻ. സോ അപ്പോഴെന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ ആ ഒരു ഗ്യാസിൽ നിന്ന് പ്രോഡക്റ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് ഉണ്ടാവുന്നത് ഏത് മെത്തേഡ് വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഏത് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ വെച്ചിട്ടാണ്? കൺവെക്റ്റീവ് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ വെച്ചിട്ടാണ്. ഓക്കെ, ലൈക്ക് വാട്ടർ ആണ് ചേഞ്ച് ആവുന്നത്. ദ ഹീറ്റിംഗ് മെത്തേഡ് ഈസ് അനദർ ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് ഓഫ് ഡ്രൈയിങ് ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി ആസ് വെൽ ആസ് എനർജി കോസ്റ്റ്. ഫുഡിന്റെ ക്വാളിറ്റി വെച്ച് നോക്കാനാണെങ്കിലും ഫുഡിന്റെ എനർജി കോസ്റ്റ് വെച്ച് നോക്കാനാണെങ്കിലും ഈ നമ്മുടെ ഹീറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ്, അതായത് ഏത് ടൈപ്പ് ഓഫ് ഫുഡാണ്, ആ ഫുഡിനെ ഹീറ്റിംഗ് മെത്തേഡ് ഏത് രീതിയിൽ അഫക്ട് ചെയ്യും, അതിന്റെ ക്വാളിറ്റി ഒക്കെ ഏത് രീതിയിൽ ആക്ട് ചെയ്യും, അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വെച്ച് നോക്കിയിട്ടാണ് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹീറ്റിംഗ് മെത്തേഡ്സ് പറയുന്നത്. മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, റേഡിയോ ഫ്രീക്വൻസി, റിഫ്രാക്റ്റൻസ് വിൻഡോ, ഡൈഇലക്ട്രിക്, ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹീറ്റിംഗ് മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വിച്ച് ഇന്ററാക്ട്സ് വിത്ത് ദ മെറ്റീരിയൽ thus generating heat and increasing the drying rate dramatically. So ഈ പറയപ്പെട്ട ആൾക്കാരൊക്കെ ഇലക്ട്രോമാറ്റിക്സ് വേവ്സ് അല്ലെങ്കിൽ ഈ ഒരു റേഡിയേഷൻസ് നമ്മുടെ ഫുഡുമായിട്ട് വന്ന് കൊളൈഡ് ചെയ്തിട്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്യിക്കും. ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന വഴി ഡ്രൈയിങ് റേറ്റ് നടക്കും. ഇപ്പൊ നമ്മൾ മൈക്രോവേവിന്റെ കേസ് പറഞ്ഞപ്പം, അതായത് മൈക്രോവേവ് നമ്മുടെ ഇറേഡിയേഷൻ പ്രോസസ് പറഞ്ഞപ്പോ നമ്മൾ മൈക്രോവേവിന്റെ ഒരു കേസ് പറഞ്ഞു. ലൈക്ക് മൈക്രോവേവ്സ് ആ ഒരു റേഡിയേഷൻസിന് ഫുഡിനെ നന്നായിട്ട് അല്ലെങ്കിൽ ഫുഡ് പാർട്ടിക്കിൾ നന്നായിട്ട് കൊളീഷൻ നടത്താനും അതുവഴി ഫ്രിക്ഷൻ വഴി അവർ ഹീറ്റ് ജനറേറ്റ് ചെയ്തിട്ട് അതുവഴിയാണ് ആ ഹീറ്റിന്റെ ഹെൽപ്പോട് കൂട്ടാണ് അത് പ്രിസർവേഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പം എത്രമാത്രം നന്നായിട്ട് നമ്മുടെ ആ ഒരു റേഡിയേഷൻ ഇതിലേക്ക് വന്ന് ആക്ട് ചെയ്യുന്നോ അത്രമാത്രം നന്നായിട്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്യും, അത്രമാത്രം നന്നായിട്ട് ഡ്രൈയിങ് പ്രോസസ്സ് നടക്കും. ഓക്കെ, so dielectric drying using frequencies in the range of 1 to 100 megahertz, and whereas microwave drying uses frequencies in the range of 300 to 3 lakh megahertz. So dielectric method ആണ് നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി എത്രയാണ്, അല്ലെങ്കിൽ ഡ്രൈയിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി എത്രയാണ്? 1 to 100 megahertz ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇപ്പൊ മൈക്രോവേവിന്റെ കേസിലാണെങ്കിൽ 300 to 3 lakh megahertz. Microwave heating is rapid, more uniform in case of liquids, more energy efficient than hot air methods. So hot air methods അല്ലെങ്കിൽ oven methods നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു മൈക്രോവേവ് ഹീറ്റിംഗ് മെത്തേഡ് ആണ് കുറച്ചുകൂടി റാപ്പിഡ് ആയിട്ട് നടക്കുന്നത്. ആൻഡ് ഇൻ കേസ് ഓഫ് ലിക്വിഡ്സിന്റെ കേസിൽ യൂണിഫോം ആയിട്ട് പോകുന്നത്. Applying microwave energy under vacuum affords the advantage of both vacuum drying and microwave drying. So ഈ മൈക്രോവേവ് ഡ്രൈയിങ് മെത്തേഡ് നമ്മൾ വാക്യൂമിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വാക്യൂം ഡ്രൈയിങ് ചെയ്യുന്നതിന്റെ മൈക്രോവേവ് ഡ്രൈയിങ് ചെയ്യുന്നതിന്റെയും അഡ്വാൻറ്റേജസ് ഒരേപോലെ കിട്ടും. ഓക്കെ, thereby providing improved energy efficient product quality. അതുവഴി എനർജി എഫിഷ്യൻസിയും കൂടുതലാണ്, പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയും കൂടുതലായിരിക്കും. The energy can be applied in pulsed or continuous mode. However, pulsed microwave drying is more efficient than continuous drying. So നമ്മുടെ എനർജി ഇപ്പം പൾസ് അല്ലെങ്കിൽ ബാച്ച് മെത്തേഡ് ആയിട്ടോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് മോഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന്റെ കേസിൽ പൾസ് മൈക്രോവേവ് ഡ്രൈയിങ് മെത്തേഡ് ആണ് കുറച്ചുകൂടി ബെറ്റർ ആസ് കമ്പയർ ടു കണ്ടിന്യൂസ് ഡ്രൈയിങ് മെത്തേഡ്. ഓക്കെ, the use of electro technology in drying is gaining priority in the food industry to improve drying efficiency as well as quality. So നമ്മൾ ഇലക്ട്രോ ടെക്നോളജിക് മെത്തേഡ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഫുഡ് ഇൻഡസ്ട്രിയിൽ കുറച്ചുകൂടി പ്രയോറിറ്റി കിട്ടും. എന്തിനു വേണ്ടിയിട്ട്? ഈ ഡ്രൈയിങ് മെത്തേഡിന് വേണ്ടി. കാരണം അതുവഴി ഫുഡിന്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ ഫുഡിന്റെ ക്വാളിറ്റി ഒക്കെ ഇംപ്രൂവ് ആകും. ഓക്കെ, so drying methods. So different types of drying methods ഉണ്ട്, അല്ലെങ്കിൽ വാട്ടർ റിമൂവിംഗ് മെത്തേഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? തെർമൽ ഡ്രൈയിങ് ഉണ്ട്, ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷൻ ഉണ്ട്, മെക്കാനിക്കൽ ഡിവാട്ടറിംഗ് ഉണ്ട്. സോ ഇതൊക്കെയാണ്
the broad classified based on water removing methods. നമ്മൾ ഏത് കൈൻഡ് ഓഫ് വാട്ടർ റിമൂവിംഗ് മെത്തേഡ്സ് ആണോ ഡ്രൈയിങ് പ്രോസസ്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് തെർമൽ ഡ്രൈയിങ് മെത്തേഡ്, ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷൻ, മെക്കാനിക്കൽ ഡീവാട്ടറിംഗ് ഇങ്ങനെ മൂന്നായിട്ട് എന്താ ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇൻ തെർമൽ ഡ്രൈയിങ് മെത്തേഡിനകത്ത് എ ഗേഷ്യസ് ഓർ വോയിഡ് മീഡിയം ഈസ് യൂസ് ടു റിമൂവ് വാട്ടർ ഫ്രം ദ മെറ്റീരിയൽ. ഒന്നെങ്കിൽ ഒരു ഗേഷ്യസ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു വോയിഡ് മീഡിയത്തിനോ എന്താണ് നമ്മൾ ആ മെറ്റീരിയലിനകത്തു നിന്ന് വാട്ടർ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ദസ് തെർമൽ ഡ്രൈയിങ് ക്യാൻ ബി ഡിവൈഡ് ഇൻടു ഫർദർ 3 സ്റ്റെപ്സ്. ആൻഡ് തെർമൽ ഡ്രൈയിങ് മെത്തേഡിനെ വീണ്ടും നമുക്ക് പലതായി ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയായിട്ട്? എയർ ഡ്രൈയിങ് മെത്തേഡ് ഉണ്ട്, ലോ എയർ എൻവയോൺമെന്റ് ഡ്രൈയിങ് ഉണ്ട്, മോഡിഫൈഡ് അറ്റ്മോസ്ഫിയർ ഡ്രൈയിങ് ഉണ്ട്. ഇങ്ങനെ പലതായിട്ട് എന്താ നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാം. In osmotic dehydration, a solvent or solute is applied to remove water. So osmotic dehydration മെത്തേഡിനകത്ത് എന്താ ചെയ്യുന്നത്? നമ്മൾ ഒരു സോൾവെന്റിനെ അല്ലെങ്കിൽ ഒരു സൊല്യൂഷനെ എന്താണ് വാട്ടറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. വേറെ മെക്കാനിക്കൽ ഡിവാട്ടറിങ്ങിനകത്ത് എന്താണ് ഫിസിക്കൽ ഫോഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ മെക്കാനിക്കൽ മെത്തേഡിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ഫിസിക്കൽ വെച്ചിട്ട് എന്താ പറയാ അബ്സോർബ് ചെയ്തോ അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്തോ ഫിൽട്ടർ ചെയ്തോ അങ്ങനെ അല്ലെങ്കിൽ പമ്പ് ഔട്ട് ചെയ്തോ വാക്വേറ്റ് അങ്ങനെയൊക്കെ റിമൂവ് ചെയ്യും. പക്ഷെ എന്താണ് ഈ ഒരു എന്താ പറയാത്ത ഓസ്മോട്ടിക് ഡീഹൈഡ്രേഷൻ മെത്തേഡ് നമ്മൾ ഒരു സോൾവെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷനാണ് അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് കൺസിഡറേഷൻ ഷുഡ് ബി ഗിവൺ ടു മെനി ഫാക്ടേഴ്സ് ബിഫോർ സെലക്ടിങ് എ ഡ്രൈയിങ് പ്രോസസ്. ഒരു ഡ്രൈയിങ് പ്രോസസ്സ് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്യണം. ലൈക്ക് ആ പ്രോഡക്റ്റ്, അതിന്റെ പ്രോപ്പർട്ടീസ്, അങ്ങനെയുള്ള കുറച്ച് ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്യണം. ലൈക്ക് എന്താണ് ദ ടൈപ്പ് ഓഫ് ദ പ്രോഡക്റ്റ് ബി ഡ്രൈഡ്. ഏത് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റിനെയാണ് നമ്മൾ ഡ്രൈ ചെയ്യുന്നത്, ആ ഫിനിഷ്ഡ് പ്രോഡക്റ്റിന്റെ എന്താ ഡിസൈഡ് ക്വാളിറ്റീസ് എന്താണ്, ആൻഡ് അതിന് എത്രമാത്രം ടെമ്പറേച്ചറിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റും, ആ പ്രോഡക്റ്റിന് എത്രമാത്രം ഹീറ്റ് സെൻസിബിൾ ആണ്, ദെൻ അതിന് എന്തെങ്കിലും പ്രീ ട്രീറ്റ്മെന്റ്സ് റിക്വയർഡ് ആണോ, അതിന് എന്തെങ്കിലും ക്യാപിറ്റൽ കോസ്റ്റ് ഉണ്ടോ, ആൻഡ് ദെൻ അതിനെ അഫക്ട് ചെയ്യുന്ന ഏതെങ്കിലും കൈൻഡ് ഓഫ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. സോ ഇത്രയും കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് എന്ത് നമ്മൾ ഒരു ടെക്നിക്ക് ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യത്തെ എന്താണ് തെർമൽ ഡ്രൈയിങ് പ്രോസസ്. തെർമൽ ഡ്രൈയിങ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മെത്തേഡ് ഓഫ് ഡ്രൈയിങ് ഫുഡ്സ്. ഫുഡ്സിനെ ഡ്രൈ ചെയ്യുന്നതിൽ നമ്മൾ ഏറ്റവും വൈഡ്ലി അല്ലെങ്കിൽ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത് തെർമൽ ഡ്രൈയിങ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ദിസ് പ്രോസസ് ദ ഹീറ്റ് ഈസ് മെയിൻലി യൂസ് ടു റിമൂവ് വാട്ടർ ഫ്രം ദ ഫുഡ്. സോ ഈ ഒരു മെത്തേഡിനകത്ത് നമ്മൾ ഹീറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? വാട്ടറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി, അതായത് ഫുഡിനകത്തു നിന്ന് വാട്ടറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ ഹീറ്റ് യൂസ് ചെയ്യുന്നത്. The mechanism of moisture transfer depend mainly on the types of physiochemical state of food material and the drying process. So ഫുഡിനകത്ത് വാട്ടർ ഏത് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്, ഇപ്പൊ ലിക്വിഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ല സോളിഡ് ഫോമിലായിട്ടാണ് ഇരിക്കുന്നത്. സോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് നമ്മുടെ അല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡ്രൈയിങ് പ്രോസസ്. സോ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് നമ്മുടെ ആ ഒരു എന്താ പറയാ ഡ്രൈയിങ്ങിന്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ അതിൽ പറയുന്നതാണ് എന്ത് സൺ ഡ്രൈയിങ് മെത്തേഡ്. സൺ ഡ്രൈയിങ് മെത്തേഡ് എന്താ നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡാണ് എന്ത് സൺ ഡ്രൈയിങ് മെത്തേഡ് എന്ന് പറയുന്നത്. Earlier only sun drying was used for drying, and in this process foods are directly exposed to the sun by placing them on the land or left hanging in the air. And the main disadvantage of these types of drying are what? Contamination from the environment. So നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഡ്രൈയിങ് മെത്തേഡ് ആയിരുന്നു എന്ത് സൺ ഡ്രൈയിങ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്താ ചെയ്യുന്നത്, നമ്മള് എന്താ ഈ ഫുഡിനെ ഒന്നുകിൽ ഒരു മാറ്റ് വിരിച്ചിട്ട് അതിനകത്തേക്ക് എന്താണ് പ്ലേസ് ചെയ്യും, എന്നിട്ട് സണ്ണിന്റെ പ്രസൻസിൽ ആക്കി കൊടുക്കും, അല്ലെങ്കിൽ എന്താ ഹാങ് ചെയ്തിട്ട് ഡ്രൈ ചെയ്യാൻ വേണ്ടി ഇടും. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന മെത്തേഡ്സ്. പക്ഷെ ഇതിനെന്താണ് ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ കുറച്ചധികം കണ്ടാമിനേഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എൻവയോൺമെന്റിലാണ് നമ്മൾ പ്രത്യേകിച്ച് എന്താ അടച്ചു വെക്കാൻ പറ്റില്ല. അടച്ചു വെക്കുമ്പോൾ എങ്ങനെയാ ഡ്രൈയിങ് പ്രോസസ് പ്രോപ്പർ ആയിട്ട് നടക്കാം? അപ്പൊ നമുക്ക് അതിനെ അടച്ചു വെക്കാൻ പറ്റില്ല. സോ നമ്മൾ തുറന്നു തന്നെ വെക്കണം. അപ്പൊ എന്താണ് ഇൻസെക്ട്സ് ഇൻഫെസ്റ്റേഷൻ അല്ലെങ്കിൽ എന്താ ഈ നമ്മുടെ മറ്റ് ഇതിന്റെയൊക്കെ ഡ്രോപ്പിംഗ്സ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഡസ്റ്റ് ഒക്കെ ആണെങ്കിലും വരാനുള്ള ചാൻസ് ഉണ്ട്. പ്രൊഡക്റ്റ് ലോസസ് ആൻഡ് കണ്ടാമിനേഷൻ ബൈ ഇൻസെക്ട്സ് ആൻഡ് ബേർഡ്സ്. പിന്നെ ഫ്ലോർ സ്പേസ് റിക്വയർമെന്റ്സ് വേണം, നമുക്ക് അത് വിരിച്ചിടാൻ പ്രോപ്പർ ആയിട്ട് സ്ഥലം വേണം. ആൻഡ് ഡിഫിക്കൽട്ടി ഇൻ കൺട്രോളിംഗ് ദ പ്രോസസ് ആൻഡ് ബാഡ് ഓർഡർ. ചീത്ത സ്മെല്ലും വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇവിടുന്ന് ഇപ്പൊ സൺ ഡ്രൈയിങ്ങിനകത്ത് യൂണിഫോം ആയിട്ടല്ല നടക്കുന്നത്. ഇപ്പം മേളിൽ ഏത് ഭാഗമാണോ സണ്ണിലേക്ക് എക്സ്പോസിങ് ആയിട്ടുള്ളത് അവിടുന്ന് എന്താ മോയ്സ്ചർ റിമൂവ് ആവും, അതിന്റെ അടി കിടക്കുന്ന ഭാഗം അവിടെ തന്നെ കിടക്കും. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെന്നിട്ട് എന്താണ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഓക്കെ, when the climate is not particularly suitable for air drying or better quality is desired, mechanical air drying is mainly used. So എന്താണ് നമുക്ക് വേണ്ട പ്രോപ്പർ ആയിട്ടുള്ള ക്ലൈമറ്റ് അല്ല എന്നുണ്ടെങ്കിൽ എന്താ
നമ്മൾ ഇത് മാറ്റിയിട്ട് മറ്റേതെങ്കിലും ഒരു മെത്തേഡിനെ ചൂസ് ചെയ്യും. കാരണം എല്ലാ സമയത്തും ഇപ്പൊ നമുക്ക് വെയിൽ ഉണ്ടാവും ഇല്ല. അപ്പം ആ സമയത്ത് നമ്മൾ വേറൊരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ചൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. However, sun drying is the cheapest method of drying foods. Nowadays, solar and mechanical air drying is widely used commercially. So, sun drying എന്ന് പറയുന്നത് വളരെ cheapest ആയിട്ടുള്ള മെത്തേഡ് ആണ്. ഇപ്പം സോളാർ ഡ്രൈയിങ് മെത്തേഡ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എയർ ഡ്രൈയിങ് മെത്തേഡ് ഒക്കെ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ പറയുന്നതാണ് എന്ത് സോളാർ ഡ്രൈയിങ് മെത്തേഡ്. സോളാർ ഡ്രൈയിങ് എന്താന്ന് വെച്ചാൽ solar drying is an extension of sun drying that uses radiation energy from the sun. So solar drying എന്താന്ന് വെച്ചാൽ നമ്മുടെ sun drying പ്രോസസ്സിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് സോളാർ ഡ്രൈയിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്താ ചെയ്യുന്നത്, നമ്മൾ റേഡിയേഷനെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, യൂസസ് റേഡിയേഷൻ എനർജി ഫ്രം ദ സൺ. സണ്ണിൽ നിന്ന് റേഡിയേഷനെ യൂസ് ചെയ്തിട്ടാണ് എന്ത് നമ്മൾ ഡ്രൈയിങ് പ്രോസസ്സ് അക്കംപ്ലിഷ് ചെയ്യുന്നത്. Solar drying is a non-polluting process and uses renewable energy. ഇതൊരു നോൺ പൊല്യൂട്ടിംഗ് ആയിട്ടുള്ള പ്രോസസ് ആണ് ആൻഡ് റിന്യൂവബിൾ എനർജി ആണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Moreover, solar energy is an abundant energy source that cannot be monopolized, and however, solar drying has several drawbacks that limits its use in large-scale production. സോ സോളാർ എനർജി എന്ന് പറയുന്നത് നമുക്ക് അബണ്ടന്റ് ആയിട്ട് കിട്ടുന്നതാണ്, പക്ഷെ എങ്കിലും അതിനകത്ത് എന്താണ് സർട്ടൻ ഡ്രോബാക്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന്റെ കേസ് നമ്മൾ എന്താണ് സോളാർ ഡ്രൈയിങ് മെത്തേഡ് യൂസ് ചെയ്യില്ല. These are the need for large area of space and for high labor inputs. So ഒരുപാട് സ്പേസ് വേണം, ലേബർ ഇൻപുട്സ് കൂടുതലാണ്, ആൻഡ് റേറ്റ് ഓഫ് ഡ്രൈയിങ്ങിന്റെ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഡ്രൈയിങ്ങിനെ എന്താണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇൻസെക്ട് ഇൻഫെസ്റ്റേഷനും മൈക്രോബിയൽ കണ്ടാമിനേഷനും ഒക്കെ സൺ ഡ്രൈയിങ് മെത്തേഡിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ എവിടെ നടക്കാൻ ചാൻസ് ഉണ്ട്, ഈ സോളാർ ഡ്രൈയിങ് പ്രോസസ്സിൽ നടക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതാണ് ഒന്നാമത്തേത് സോളാർ ഡ്രൈയിങ് മെത്തേഡ്. രണ്ടാമത്തേത് ഇൻസ്റ്റോർ ഡ്രൈയിങ്. ഓക്കെ, ഇൻസ്റ്റോർ ഡ്രൈയിങ് എന്താന്ന് വെച്ചാൽ ഇൻസ്റ്റോർ ഡ്രൈയിങ് ക്യാൻ ഓൾസോ ബി കോൾഡ് ലോ ടെമ്പറേച്ചർ ഇൻ ബിൻ ഡ്രൈയിങ്. സോ ഈ ഇൻസ്റ്റോൾ ഡ്രൈയിങ്ങിന് നമുക്ക് എന്ത് പറയാം, ലോ ടെമ്പറേച്ചർ ഇൻ ബിൻ ഡ്രൈയിങ് എന്ന് നമുക്ക് എന്താണ് ഈ ഒരു മെത്തേഡിനെ പറയാം. ആൻഡ് ഇറ്റ് മേ ബി യൂസ്ഡ് വെൻ ഗ്രെയിൻസ് ആർ സ്റ്റോർഡ് അണ്ടിൽ മിൽഡ് ഓർ സോൾഡ്. സോ ഗ്രെയിൻസിനെയൊക്കെ എന്താണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതാണ് ഈ ഇൻസ്റ്റോർ ഡ്രൈയിങ് എന്ന് പറയുന്നത്. വെദർ കണ്ടീഷൻസ് ഇൻ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആർ ലെസ് ഫേവറബിൾ ഫോർ ഇൻസ്റ്റോർ ഡ്രൈയിങ് ഡ്യൂ ടു ഹൈ ആംബിയന്റ് ടെമ്പറേച്ചേഴ്സ് ആൻഡ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വാല്യൂസ്. സോ ഇൻസ്റ്റോർ ഡ്രൈയിങ് എന്ന് വെച്ചാൽ ലോ ടെമ്പറേച്ചർ ഇൻ ബിൻ ഡ്രൈയിങ്. സോ നമ്മൾ ഗ്രെയിൻസിനെയൊക്കെയാണ് കൂടുതൽ ഈ ഒരു മെത്തേഡിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. പക്ഷെ ട്രോപ്പിക്കൽ ഏരിയാസിലൊക്കെ വരുമ്പോൾ എപ്പോഴും എന്താണ് നമുക്ക് ഈ കണ്ടീഷൻസ് ഒക്കെ ഫേവറബിൾ ആവണം എന്നില്ല. ഓക്കെ, കാരണം ഹൈ ആംബിയൻ ടെമ്പറേച്ചർ ആകുമ്പോൾ അല്ലെങ്കിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഒക്കെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഈ ഒരു പ്രോസസ്സ് പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതിനകത്ത് രണ്ട് സ്റ്റേജസ് ആണ് പറയുന്നത്. 2 stage drying can produce good quality by preventing discoloration of high moisture grains and reduce the cracking of skin dry kernels. സോ ഇതിനകത്ത് എന്താണ് 2 സ്റ്റേജ് ഡ്രൈയിങ് പ്രോസസ് ആണ് നമ്മൾ പറയുന്നത്. എന്തിന്, നമുക്ക് അതിനകത്ത് ആ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാന്, ഫുഡിന്റെ ഡിസ്കളറേഷൻ പ്രിവെന്റ് ചെയ്യാന്, അതിനകത്ത് ക്രാക്കിംഗ് ഒക്കെ ഉണ്ടാവുന്നതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി 2 സ്റ്റേജ് ഓഫ് ഡ്രൈയിങ് ആണ് നമ്മൾ ഇൻസ്റ്റോർ ഡ്രൈയിങ്ങിന്റെ കേസിൽ പറയുന്നത്. ഓക്കെ, അടുത്ത് പറയുന്നതാണ് കൺവെൻഷൻ എയർ ഡ്രൈയിങ് മെത്തേഡ് എന്ന് പറയുന്നത്. കൺവെൻഷൻ എയർ ഡ്രൈയിങ് അല്ലെങ്കിൽ എന്ത് പറയാം, ക്യാബിനറ്റ് അല്ലെങ്കിൽ ബെഡ് ടൈപ്പ് ഡ്രയേഴ്സ് എന്ന് പറയാം. ഓക്കെ, ക്യാബിനറ്റ് ഡ്രൈയിങ് അല്ലെങ്കിൽ ബെഡ് ടൈപ്പ് ഡ്രയേഴ്സ് എന്ന് പറയാം. ബെഡ് ടൈപ്പ് ഡ്രയേഴ്സ് എന്താന്ന് വെച്ചാൽ നമ്മള് ഈ ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയേഴ്സ് ഒക്കെ പഠിച്ച സമയത്ത് അതിനകത്ത് പറഞ്ഞിരുന്നത് എന്താണ്, ഇങ്ങനെ ഒരു സ്ക്രീൻ പോലെ ഉണ്ടാവും. ആ സ്ക്രീനിനകത്ത് എന്താണ് നമ്മുടെ ഡ്രൈ ചെയ്യേണ്ട മെറ്റീരിയൽസ് നമ്മളിങ്ങനെ പ്ലേസ് ചെയ്തിടും. ആൻഡ് അതിന്റെ താഴെ നിന്ന് മേളിലേക്ക് എന്താണ് എയർ ബ്ലോ ചെയ്യാണ്. അപ്പൊ അതിന്റെ പ്രസൻസിൽ എന്താണ് ഇത് ഡ്രൈ ആവും. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് ഇതിന്റെ കേസിൽ വരുന്നത് ക്യാബിനറ്റ് ആൻഡ് ബെഡ് ടൈപ്പ് ഡ്രയേഴ്സ് എന്ന് പറയുന്നത്. This is the simplest drying technique which takes place in an enclosed and heating chamber. So വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഹീറ്റിംഗ് ചേമ്പറിനകത്ത് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു കൺവെക്ഷൻ എയർ ഡ്രൈയിങ് മെത്തേഡ്സ് അല്ലെങ്കിൽ ക്യാബിനറ്റ് ഡ്രൈയിങ് മെത്തേഡ് അല്ലെങ്കിൽ ബെഡ് ടൈപ്പ് ഡ്രൈയിങ് മെത്തേഡ്സ് നമ്മൾ പറയുന്നത്. The drying medium hot air is allowed to pass over the product which has been placed in open trays. സോ നമ്മുടെ ഡ്രൈയിങ് മീഡിയം എന്താണോ അല്ലെങ്കിൽ നമ്മുടെ ഹോട്ട് എയർ എന്താണോ അതെന്താണ് നമ്മുടെ ഈ സാമ്പിൾസിന്റെ ഒരു ഓപ്പൺ ട്രേയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനകത്തൂടെ നമ്മുടെ ഡ്രൈയിങ് മീഡിയം അല്ലെങ്കിൽ ഹോട്ട് എയർ ഇങ്ങനെ ഫ്ലോ ചെയ്യും. Convection drying is often a continuous process and is mostly used for products that are relatively low in value. അതായത് കുറച്ച് ഇതായിട്ടുള്ള പ്രൊഡക്ട്സിനെയാണ് നമ്മൾ കൺവെക്ഷൻ ഡ്രൈയിങ് പ്രോസസ്സിന് വേണ്ടി കൊടുക്കുന്നത്. ആൻഡ് ഇതെന്താണ് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. Air drying is usually accomplished by passing air at regulated temperature and humidity over or through the food in a dryer. So ഈ എയർ ഡ്രൈയിങ് പ്രോസസ് നമ്മൾ യൂഷ്വലി പറയുന്നത് എന്താണ്, എയർ ഡ്രൈയിങ് പ്രോസസ് യൂഷ്വലി അക്കംപ്ലിഷ് ബൈ പാസിംഗ് എയർ അറ്റ് റെഗുലേറ്റഡ് ടെമ്പറേച്ചർ. റെഗുലേറ്റഡ് ടെമ്പറേച്ചറിൽ അതായത് കൺട്രോൾഡ് ടെമ്പറേച്ചറിൽ നമ്മുടെ കമ്പോണന്റിനകത്തൂടെ നമ്മൾ എയർ ഹോട്ട് ഡ്രൈ എയർ പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ദ റേറ്റ് ഓഫ് ഡ്രൈയിങ് ആർ ടെമ്പറേച്ചർ, humidity, air velocity, distribution pattern, air exchange, product geometry, characteristics, ഇതിന്റെ thickness,
ഇങ്ങനെയുള്ള കുറെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് നമ്മൾ റേറ്റ് ഓഫ് ഡ്രൈയിങ് പറയുന്നത്. അതായത് നമ്മുടെ പ്രോഡക്റ്റ് ഏത് രീതിയിലാണ്, അതിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ടെമ്പറേച്ചർ ഏതാണ്, അതിന്റെ ഹ്യൂമിഡിറ്റി, അതിന്റെ വെലോസിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് എന്ത് നമ്മൾ ഈ ഒരു ഡ്രൈയിങ് പ്രോസസ്സിന്റെ റേറ്റ് പറയുന്നത്. ഓക്കെ, സോ ഇതിന്റെ കേസിൽ എന്താന്ന് വെച്ചാൽ ദ സാമ്പിൾ ഈസ് യൂഷ്വലി പ്ലേസ്ഡ് ഓൺ എ മെഷ് ട്രേസ് ഇൻ വൺ ലെയർ ഓർ ഇൻ ബൾക്ക് ഓൺ എ ബെഡ് ഓർ ഹങ് ഫ്രം ദ സ്റ്റിറിംഗ് ഫോർ ബെറ്റർ എയർ സർക്കുലേഷൻ ഓവർ ദ പീരിയഡ്. സോ ഇതിനകത്ത് എന്താണ് നമ്മുടെ ഈ കൺവെൻഷൻ ഡ്രൈയിങ് മെത്തേഡിനകത്ത് നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ സാമ്പിളിനെ എന്താ ഒരു മെഷിൽ അല്ലെങ്കിൽ ഒരു ട്രേയിൽ ഇടുകയാണ് ചെയ്യുന്നത്. വളരെ തിക്നെസ് കുറച്ചോ അല്ലെങ്കിൽ തിക്നെസ് കൂട്ടിയോ അല്ലെങ്കിൽ എന്താ ഹാങ് ചെയ്തിടുകയൊക്കെയാണ് ചെയ്യുന്നത്. എയർ സർക്കുലേഷൻ ക്യാൻ ബി ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ ടു ദ ലെയർ ഓർ ബെഡ്. സോ എയർ സർക്കുലേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ഹൊറിസോണ്ടൽ ആയിരിക്കും അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിരിക്കും എന്ത് എയർ സർക്കുലേഷൻ എന്ന് പറയുന്നത്. In general, hotter the air temperature, the faster is the drying rate, and similarly, the higher is the velocity, the higher is the drying rate. സോ എത്രമാത്രം നല്ല ചൂട് എയർ ആണ് നമ്മൾ കൊടുക്കുന്നത് അത്രമാത്രം പെട്ടെന്ന് എന്താണ് ഡ്രൈയിങ് നടക്കും. അല്ലെങ്കിൽ എത്രമാത്രം നല്ല കൂടുതലാണോ വെലോസിറ്റി അത്രമാത്രം നന്നായിട്ട് ഡ്രൈയിങ് നടക്കും. ആൻഡ് ഹ്യൂമിഡിറ്റി എത്രമാത്രം കുറവാണോ അത്രമാത്രം നന്നായിട്ട് എന്താണ് ഡ്രൈയിങ് നടക്കും. The relative humidity is lower when air temperature is raised. സോ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്താണ് ഫുഡിനകത്തെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്തായിരിക്കും അല്ലെങ്കിൽ മെഷർ ഓഫ് ഡ്രൈനെസ് എന്ന് പറയുന്നത് എന്തായിരിക്കും കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, എ ഡ്രയർ മസ്റ്റ് എക്സ്പെൽ എയർ to get rid of moisture, thereby allowing new lower humidity air to enter the system. സോ ഒരു ഡ്രയർ എന്താ ചെയ്യുന്നത് ഇതിനകത്തു നിന്നുള്ള എയറിനെ എന്താ എക്സ്പെൽ ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഈ മോയ്സ്ചറോട് കൂടി എയറിനെ എന്താണ് ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. However, this process causes heat loss from the dryer. ആൻഡ് ഈ പ്രോസസ് വഴി എന്താണ് ആ ഡ്രയറിനകത്തുനിന്ന് എന്താണ് ഹീറ്റ് ലോസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ആ ഡ്രയറിനകത്തുനിന്ന് എന്താ നമ്മുടെ ഈ ചൂട് മേളിലേക്ക് പൊങ്ങുമ്പോൾ ഇതിനകത്തുള്ള മോയ്സ്ചർ ആ ഹീറ്റും കൂടെ എന്താണ് പുറത്തേക്ക് പോകും. ഇൻ മെനി കേസസ് 2 or multi-stage drying with different conditions could be used. സോ ഇപ്പം എന്താ നമ്മുടെ ഈ ഒരു ഡ്രൈയിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട് 2 അല്ലെങ്കിൽ മൾട്ടി സ്റ്റേജ് ഡ്രൈയിങ് സിസ്റ്റംസ് നമ്മൾ യൂസ് ചെയ്യും. ഇനിഷ്യൽ ഡ്രൈയിങ് ചെയ്യുന്നത് ആദ്യം 90 ഡിഗ്രി സെൽഷ്യസിലും പിന്നീട് ഒരു 60 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ഫൈനൽ ഡ്രൈയിങ് ചെയ്യും. എന്തിനാന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ട് മോയ്സ്ചറിനെ റിമൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് എന്താ കൺവെൻഷണൽ ഡ്രൈയിങ് മെത്തേഡ് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് എക്സ്പ്ലോസീവ് പഫ് ഡ്രൈയിങ് മെത്തേഡ്. എക്സ്പ്ലോസീവ് പഫ് ഡ്രൈയിങ് മെത്തേഡ് എന്താന്ന് വെച്ചാൽ which uses a combination of high temperature and high pressure and a sudden release of pressure to flush superheated water out of the product. So എന്താണ് എക്സ്പ്ലോസീവ് പഫ് ഡ്രൈയിങ് എന്താന്ന് വെച്ചാൽ ബാക്കിയില്ലാത്തതിന്റെ കേസിൽ നമ്മൾ ടെമ്പറേച്ചർ ആയിരുന്നു പറഞ്ഞത്. ഇവിടെ എന്താണ് ടെമ്പറേച്ചറും പ്രഷറിന്റെയും കോമ്പിനേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത്രമാത്രം ടെമ്പറേച്ചറും പ്രഷറും നമ്മൾ ഫുഡിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും ആ ഫുഡിനകത്ത് സൂപ്പർ ഹീറ്റഡ് ആയിട്ട് കിടക്കുന്ന അതായത് അതിന്റെ ഒരു നോർമൽ ടെമ്പറേച്ചറിൽ മുകളിലായിട്ട് ലിക്വിഡ് സ്റ്റേജിൽ കിടക്കുന്ന വാട്ടറിനെ എന്താണ് അതിനകത്തുനിന്ന് നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യിക്കാൻ പറ്റും. Okay, this method gives a product of good rehydrability. However, the high heat can degrade food quality and explosion puffing may compromise product integrity. ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് നല്ല അക്സെപ്റ്റബിൾ മെത്തേഡ് ആണ്. പക്ഷെ എന്ത് പറ്റും ഈ ഒരു മെത്തേഡിന്റെ കേസിൽ എന്താ നടക്കുന്നത് വെച്ചാൽ നമ്മുടെ എന്താ പ്രോഡക്റ്റ് നല്ല ഹൈ ടെമ്പറേച്ചർ കൊടുക്കുന്നതുകൊണ്ട് പ്രോഡക്റ്റിന്റെ ഓവറോൾ ക്വാളിറ്റി ചിലപ്പോൾ ഇത് അഫക്ട് ചെയ്യാം. ദെൻ എന്താണ് ഈ നമ്മൾ പറഞ്ഞു ഹൈ പ്രഷർ കൊടുക്കുമ്പോൾ പഫിങ് നടക്കുന്നത് പൊട്ടും. അപ്പൊ എന്താണ് പ്രോഡക്റ്റിന്റെ ഇന്റഗ്രിറ്റിയും ഇത് അഫക്ട് ചെയ്യും. ഓക്കെ, അതാണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് പറയുന്നത്. ദെൻ അടുത്ത പ്രോസസ്സാണ് എന്താ സ്പ്രേ ഡ്രൈയിങ് പ്രോസസ് എന്ന് പറയുന്നത്. സ്പ്രേ ഡ്രൈയിങ് പ്രോസസ് എന്താന്ന് വെച്ചാൽ വിച്ച് ഈസ് യൂസ് ടു റിമൂവ് വാട്ടർ ഫ്രം എ ഫ്രീ ഫ്ലോയിങ് ലിക്വിഡ് മിക്സ്ചർ ദസ് ട്രാൻസ്ഫോമിംഗ് ഇറ്റ് ഇൻടു എ പൗഡർ ഫോം. അതായത് ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള ലിക്വിഡിനകത്തുനിന്ന് എന്താണ് അതിനകത്തു നിന്നുള്ള മോയ്സ്ചറിനെ റിമൂവ് ചെയ്തിട്ട് ഇതിനെ പൗഡർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്താ സ്പ്രേ ഡ്രൈയിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ മിൽക്ക് പൗഡർ ഒക്കെ ഉണ്ടാക്കുന്ന മെത്തേഡ് എന്താണ് സ്പ്രേ ഡ്രൈയിങ് മെത്തേഡ് ആണ്. അതായത് ഒരു ചേംബർ ഉണ്ടാവും. ആ ചേംബറിന്റെ ഒരു സൈഡിൽ നിന്ന് എന്താണ് നമ്മൾ ഈ വാട്ടറിനെ അല്ലെങ്കിൽ മിൽക്കിനെ സ്പ്രേ ചെയ്യായിരിക്കും. അപ്പൊ ഇതിനെ സ്പ്രേ ചെയ്യുമ്പോൾ എന്ത് പറ്റും അതിനകത്തു നിന്നുള്ള ആ അത്രമേ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്താ അതിനകത്തു നിന്നുള്ള മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്തിട്ട് അത് പൗഡേർഡ് ആയിട്ട് നമുക്ക് റിമൈൻ ചെയ്യും. Okay, the fluid to be dried is first atomized by pumping it through either a nozzle or rotary atomizer, thus forming a small droplet large surface area. So the fluid to be dried is first atomized. നമുക്ക് എന്ത് ഫ്ലൂയിഡിനെയാണോ ഡ്രൈ ചെയ്യേണ്ടത് അതിനെ ആദ്യം എന്താണ് നമ്മൾ ഒരു നോസിലിനകത്തോട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു റോട്ടറി ആറ്റമൈസർ വെച്ചിട്ട് എന്താ അത്രമേ പ്രഷറിൽ നമ്മൾ ഇത് സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുവഴി എന്താണ് ഓരോ ഡ്രോപ്ലെറ്റ്സ് ആകുമ്പോൾ സർഫസ് ഏരിയ കൂടും. The droplets immediately comes in contact with a hot drying gas, usually air. എന്നിട്ട് ആ സ്പ്രേ ചെയ്ത് വരുന്ന എന്താ ആ ഡ്രോപ്ലെറ്റ്സ് എങ്ങോട്ടാണ് വരുന്നത്
ഹോട്ട് ഡ്രൈയിങ് ഗ്യാസ് അല്ലെങ്കിൽ എയറുമായിട്ടാണ് കോണ്ടാക്റ്റിൽ വരുന്നത്. സോ അപ്പൊ എന്താ പെട്ടെന്ന് ആ ലിക്വിഡ് എന്താണ് വളരെ പെട്ടെന്ന് തന്നെ ഇവാപറേറ്റ് ആയി പോകും. അപ്പം എന്താ ഇതിന്റെ ഒരു കോണ്ടാക്ട് ടൈം അല്ലെങ്കിൽ ഹീറ്റ് ഡാമേജ് ഒക്കെ എന്താണ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ആ അത്രമാത്രം പ്രഷറിൽ ആ ഒരു നോസിലിനകത്തൂടെ എന്താ നമ്മുടെ ഈ ഒരു ഇത് സ്പ്രേ ചെയ്ത് വരും. സ്പ്രേ ചെയ്ത് വരുന്നത് ഒരു ഹോട്ട് എയറുമായിട്ട് കോണ്ടാക്ട് വരും. അപ്പൊ തന്നെ വാട്ടർ റിമൂവ് ആയിട്ട് അത് പൗഡർഡ് ഫോമിൽ റിമൈൻ ചെയ്യും. ഓക്കെ. Disadvantages including the size of the equipment required to achieve drying is very large and very oily material might require special preparation to remove excess level of fat before atomization. So ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ് എന്താണ് ഹൈലി എക്സ്പെൻസീവ് ആണ്. അതൊരു വിഷയമാണ് ഇതിന്റെ കേസിൽ. ആൻഡ് അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഈ ഒരു മെത്തേഡിന് വേണ്ടിയിട്ട് എന്താ ഇപ്പം ഫാറ്റ് കണ്ടന്റ് കൂടുതലായിട്ടുള്ള ഫുഡ് പ്രോഡക്റ്റിനെ നമുക്ക് എന്താണ് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി അഥവാ അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രീ ട്രീറ്റ്മെന്റ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ചെയ്യണം. And ultrasonication in the chamber can be used instead of complex atomization or produce small diameter droplets in spray drying method. Ultrasonication method ചിലതിന്റെ കേസിൽ എന്താണ് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഇതാണ് എന്ത് നമ്മൾ പറയുന്നത്. സോ ഇതാണ് എന്ത് നമ്മുടെ ലിക്വിഡ് ഫീഡ്. ഈ ലിക്വിഡ് ഫീഡിനകത്ത് നിന്ന് ഒരു പമ്പിന്റെ ഹെൽപ്പോട് കൂട്ടി എന്താണ് ഒരു ആറ്റമൈസർ അല്ലെങ്കിൽ ഇതാണ് നോസിൽ. അപ്പൊ ഈ ആറ്റമൈസറിനകത്തു നിന്ന് എന്താണ് നമ്മുടെ ഡ്രൈയിങ് ചേമ്പറിനകത്തേക്ക് നമ്മൾ ഫുഡിനെ സ്പ്രേ ചെയ്യാണ് കൊടുക്കുന്നത്. ഈ സൈഡിൽ നിന്നാണ് ഡ്രൈയിങ് ഗ്യാസ് വരുന്നത്. അപ്പൊ ഈ ഡ്രൈയിങ് ഗ്യാസ് ഇതിലേക്ക് വന്ന് ആക്ട് ചെയ്യുമ്പോൾ എന്താണ് അതിനകത്തുള്ള മോയ്സ്ചർ പെട്ടെന്ന് റിമൂവ് ആയി പോയിട്ട് എന്ത് ആ പൗഡേർഡ് ആയിട്ടുള്ള സംഭവത്തിന് എവിടെ കിട്ടും നമുക്ക് ഇവിടെ ഡ്രൈ പാർട്ടിക്കിൾസ് താഴെ നമ്മൾ കളക്ട് ചെയ്യും. ആൻഡ് ബാക്കിയുള്ള ഗ്യാസ് എന്താണ് ഇതുവഴി എക്സോസ്റ്റ് ചെയ്ത് പോകും. ഓക്കെ. ഇതാണ് എന്ത് സ്പ്രേ ഡ്രൈയിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് എന്ത് ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയർ. ഓക്കെ. ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയർ എന്താന്ന് വെച്ചാൽ ദിസ് ടെക്നിക് ഇൻവോൾവ്സ് ദ മൂവ്മെന്റ് ഓഫ് എ പാർട്ടിക്കുലേറ്റ് മാറ്റർ ഇൻ എ അപ്വേർഡ് ഫ്ലോയിങ് ഗ്യാസ് സ്ട്രീം യൂഷ്വലി ഹോട്ട് എയർ. അതായത് നമ്മൾ ഒരു ബെഡില് നമ്മുടെ സാമ്പിൾ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു മെഷ് അല്ലെങ്കിൽ ട്രെയിൽ എന്താണ് നമ്മുടെ സാമ്പിൾ ഉണ്ടാവും. ആ സാമ്പിളിന്റെ താഴെ നിന്ന് മുകളിലേക്ക് അതായത് വെർട്ടിക്കൽ അപ്വേർഡ് ഡയറക്ഷനിൽ എന്താണ് ഈ ഗ്യാസ് ഇങ്ങനെ അല്ലെങ്കിൽ ഹോട്ട് എയർ ഇങ്ങനെ ബ്ലോ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. Fluidization mobilizes the solid particles, thus creating turbulence on the solid surface, which increase the drying rate. So ഈ ഫ്ലൂയിഡൈസേഷൻ എന്താണ് ആ പാർട്ടിക്കിൾസിനെ നന്നായിട്ട് ആക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് എന്താണ് വാട്ടറിനെ റിമൂവ് ചെയ്യിക്കും. The hot gas is introduced at the bottom of the preloaded cylindrical bed and exits at the top. So ആ നമ്മുടെ ബെഡിന്റെ താഴെയാണ് എന്താ നമ്മൾ എയറിനെ വെക്കുന്നത് അല്ലെങ്കിൽ ഹോട്ട് എയർ ഇങ്ങനെ മേലേക്ക് ബ്ലോ ചെയ്യുന്നത് അതിന്റെ താഴെ വെച്ചിട്ടാണ്. In some cases a vibrator mechanism is used to increase the contact of the product with the hot gas. So ചില കേസിൽ ഇപ്പം എന്താ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നതാണ്. ചില കേസിൽ നമ്മൾ ഇതിന് വൈബ്രേറ്റർ കൊടുക്കും. കാരണം അപ്പൊ വൈബ്രേഷൻ നടക്കുമ്പോൾ എന്താണ് കുറച്ചുകൂടി പെട്ടെന്ന് എന്താണ് നമ്മുടെ ആക്ഷൻ നടക്കും. അതുകൊണ്ട് fluidized bed drying is usually carried out as a batch process and require relatively small, uniform and discrete particles that can be readily fluidized. So എന്താണ് നമ്മുടെ ഈ ഒരു മെത്തേഡിന് വേണ്ടിയിട്ട് എന്താ സ്മോൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് അതായത് ചെറിയ ചെറിയ ഗ്രെയിൻസ് അങ്ങനെയുള്ള പാർട്ടിക്കിൾസിന് എന്താണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഫ്ലൂയിഡൈസ്ഡ് മെത്തേഡ്. സോ ഇതെന്ന് പറയുന്നത് എന്താണ് ഇതിന്റെ ഒരു മെഷ് ആണ്. ഇതിനകത്താണ് എന്ത് നമ്മൾ ആ ഒരു നമ്മുടെ എന്താണോ പാർട്ടിക്കിൾ ഡ്രൈ ചെയ്യേണ്ടത് അതിനെ ഇടുന്നത്. ആൻഡ് ഇതിന്റെ താഴെ നിന്ന് മുകളിലേക്കാണ് എന്ത് ഇങ്ങനെ എയർ ബ്ലോ ചെയ്യുന്നത്. ഓക്കെ. The main advantages of fluidized bed drying are uniform temperature and high dry rates, thus less thermal damage. സോ ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ടെമ്പറേച്ചർ എന്താണ് യൂണിഫോം ആണ്, ഡ്രൈയിങ് റേറ്റ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ എന്താണ് തെർമൽ ഡാമേജ് ഒന്നും ഉണ്ടാവില്ല. A rotating chamber is also used with the fluidized bed, thus increasing centrifugal force to further increase the drying rate and mixing. സോ ഇതിന്റെ കൂടെ എന്താണ് റൊട്ടേറ്റിംഗ് ചേമ്പറും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തിനോട് അസോസിയേറ്റ് ചെയ്ത് ഈ ഫ്ലൂയിഡൈസ്ഡ് ബെഡിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് അപ്പൊ എന്താണ് അതിന്റെ ഇൻക്രീസ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അതിനകത്ത് കൂടുന്നതിനനുസരിച്ച് എന്താണ് നമുക്ക് ഇതിന്റെ ഡ്രൈയിങ് അല്ലെങ്കിൽ മിക്സിംഗ് റേറ്റ് ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റും. ആൻഡ് യൂസ് ഓഫ് എ സോളിഡ് കാരിയർ സച്ച് എ സീ സാൻഡ്, വീറ്റ് ബ്രാൻ കുഡ് പ്രിവെന്റ് ദ ബയോമെറ്റീരിയൽ ഫ്രം ഡിറ്റോറേഷൻ ഡ്യൂ ടു തെർമൽ ഷോക്ക്. ഈ ഡയറക്റ്റ് ആയിട്ടുള്ള തെർമൽ ഷോക്ക് വരുന്നത് വഴി എന്താ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സീ സാൻഡോ അല്ലെങ്കിൽ വീറ്റ് ബ്രാനോ ഒക്കെ യൂസ് ചെയ്യാം. നമ്മൾ അത് ഇതിന് മോയ്സ്ചർ റിമൂവലിനകത്ത് ഒരു ഇത് ടെക്നിക്ക് പറഞ്ഞു. ഏതായിരുന്നു? സാൻഡ് പാൻ ടെക്നിക്ക് പറഞ്ഞു. അതായത് യൂണിഫോം ആയിട്ട് ഇതിനകത്തേക്ക് ഹീറ്റ് പ്രൊവൈഡ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ബേണിംഗ് ഉണ്ടാവും. അപ്പൊ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിനകത്ത് സീ സാൻഡോ അല്ലെങ്കിൽ വീറ്റ് ബ്രാനോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് എന്താണ് യൂണിഫോം ആയിട്ട് ഹീറ്റ് വരത്തുള്ളൂ. ഓക്കെ. ദെൻ അടുത്തതാണ് റോട്ടറി ഡ്രം ഡ്രൈയിങ് എന്ന് പറയുന്നത്. റോട്ടറി ഡ്രം ഡ്രൈയിങ് എന്താന്ന് വെച്ചാല് നമ്മൾക്ക് ഈ ചില എന്താ സംവാട്ട് ഇതിന്റെ പ്രിൻസിപ്പിൾ ഈസ് സംവാട്ട് റിലേറ്റഡ് ടു റോട്ടറി ഇവാപറേറ്റേഴ്സ്. നമ്മള് ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഇത് റോട്ടറി ഇവാപറേറ്റർ എന്ന് പറയുന്നത്. അതായത് ചില പ്രൊഡക്ട്സിന്റെ കേസ് നമുക്ക് ടെമ്പറേച്ചർ വെച്ചിട്ട് ഇതിനെ റിമൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താ നമ്മൾ ലോ ടെമ്പറേച്ചർ വെച്ചിട്ട് ഇതിനകത്തു നിന്നുള്ള കമ്പോണൻസിനെ റിമൂവ് ചെയ്യിക്കും. ഓക്കെ.
So rotary drum dryers are cylindrical shells that is 1 to 5 meter in diameter, 10 to 40 meter in length, and rotating at 1 to 8 rpm with a circumferential speed of approximately 0.2 to 0.4 meter per second. So rotary drum dryers എന്ന് വെച്ചാൽ അതൊരു cylindrical shell ആണ്, 1.5 meter diameter 10 to 40 meter ലെങ്തും ആൻഡ് അത് റൊട്ടേറ്റ് ചെയ്യുന്ന റൊട്ടേഷൻ പെർ മിനിറ്റ് എത്രയാണ് 1 to 8 rpm ഉള്ള ഒരു സർക്കുഫേഷ്യൽ സ്പീഡ് എത്രയായിരിക്കും 0.2 to 0.4 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡും ഉള്ള ഒരു എക്യുപ്മെന്റ് ആണ് എന്ത് റോട്ടറി ഡ്രം ഡ്രയേഴ്സ് എന്ന് പറയുന്നത്. ദീസ് കണ്ടീഷൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രോഡക്റ്റ് ഹാസ് ടു ബി ഡ്രൈഡ്. സോ ഏത് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റിനാണ് നമുക്ക് ഡ്രൈ ചെയ്യേണ്ടത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടീഷൻസ്. The dryers are designed to operate at a nearly horizontal position, inclined only by 2 degrees to 6 degrees to maintain the axial advance of solids which are fed from the upper end of the dryer body. സോ ഇത് ഇങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ നിന്നിട്ടല്ല നമ്മുടെ ഈ സിമെന്റ് ഒക്കെ കുഴക്കുന്ന മെഷീനില് അതുപോലെ കുറച്ച് സ്ലാൻഡി പൊസിഷനിൽ നിന്നിട്ടാണ് എന്താ നമ്മൾ ഈ റോട്ടറി ഡ്രം ഡ്രൈയിങ് മെഷീൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഡ്രം ഡ്രൈയിങ് മെഷീൻ. ഡ്രം ഡ്രൈയിങ് മെഷീൻ എന്താന്ന് വെച്ചാല് ദിസ് ടെക്നിക് റിമൂവ്സ് വാട്ടർ ഫ്രം എ സ്ലറി, paste or fluid that has been placed on the surface of a heated drum. ഒരു ഹീറ്റഡ് ഡ്രമ്മിന്റെ മുകളിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള സ്ലറി അല്ലെങ്കിൽ പേസ്റ്റ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് അതിൽ നിന്നൊക്കെ വാട്ടറിനെ റിമൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രം ഡ്രൈയിങ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ ഡ്രയർ മേ കോംപ്രമൈസ് എയ്തർ എ സിംഗിൾ ഓർ എ ഡബിൾ ഡ്രം. സോ ഈ ഡ്രയറിനകത്ത് എന്താണ് ഒന്നുകിൽ സിംഗിൾ ഡ്രം ഉണ്ട് അല്ലെങ്കിൽ ഡബിൾ ഡ്രം ഉണ്ട്. ഡ്രൈ മിസ്റ്റ് ടിപ്പിക്കലി എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഓപ്പറേഷൻ ആണ്. And care must be taken to ensure that the product that is to be dried adheres well so as to the drying surface. In some cases, it may be necessary to modify the liquid products by using additives to change the surface tension or viscosity. So, നമ്മൾ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ് അഡ്ഹസീവ് പ്രോപ്പർട്ടി ഉള്ള പ്രോഡക്ട്സ് ആയിരിക്കണം. അല്ലാത്ത പക്ഷം നമുക്ക് ഡ്രം ഡ്രൈയിങ് മെത്തേഡിൽ അത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യില്ല. സോ അങ്ങനെയുള്ള കേസ് നമ്മൾ എന്താ ചെയ്യുന്നത്, ഒന്നുകിൽ അതിനകത്ത് അതിന്റെ വിസ്കോസിറ്റി അല്ലെങ്കിൽ അതിന്റെ അഡ്ഹസീവ് പ്രോപ്പർട്ടി എങ്ങനെയാണെന്ന് നോക്കും. ഇനി അത് അങ്ങനെ അല്ല എന്നാണെങ്കിൽ എന്താ നമ്മൾ അതിനകത്തേക്ക് എന്തെങ്കിലും അഡിറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് അതിന്റെ ആ ഒരു പ്രോപ്പർട്ടി അച്ചീവ് ചെയ്യിക്കാൻ നോക്കും. എന്നിട്ട് നമ്മൾ അതിനെ എന്താണ് ഡ്രം ഡ്രൈയിങ് മെത്തേഡിനകത്തേക്ക് ആഡ് ചെയ്യും. ഓക്കെ, അടുത്തതാണ് വാക്യൂം ഡ്രൈയിങ് മെത്തേഡ്. വാക്യൂം ഡ്രൈയിങ് മെത്തേഡ് എന്താന്ന് വെച്ചാൽ ചില ഫുഡ് പ്രോഡക്ട്സിന്റെ കേസിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഡ്രൈയിങ് മെത്തേഡ് നമുക്ക് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റില്ല. ഡ്യൂ ടു അതിനകത്ത് എന്താണ് ചില ഫർദർ റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നതുകൊണ്ട്. അപ്പൊ അങ്ങനെയുള്ള കേസ് നമ്മൾ ചെയ്യുന്നതാണ് എന്ത് വാക്യൂം ഡ്രൈയിങ് മെത്തേഡ് എന്ന് പറയുന്നത്. വാക്യൂം ഡ്രൈയിങ് ഓഫ് ഫുഡ് ഇൻവോൾവ്സ് സബ്ജക്റ്റിംഗ് ദ ഫുഡ് ടു എ ലോ പ്രഷർ ആൻഡ് എ ഹീറ്റിംഗ് സോഴ്സ്. സോ വാക്യൂം ഡ്രൈയിങ്ങിനകത്ത് എന്താണ് നമ്മൾ ഫുഡിനെ ഡ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഫുഡിനെ നമ്മൾ എന്തിലേക്ക് കൊടുക്കും, ലോ പ്രഷറിലോ ഒരു ഹീറ്റിംഗ് സോഴ്സിനകത്തേക്കോ നമ്മൾ കൊടുക്കും. ഓക്കെ, ദ വാക്യൂം അലോസ് ദ വാട്ടർ ടു വേപ്പറൈസ് at a lower temperature than the atmospheric condition. And vacuum condition എന്താ ഹെൽപ്പ് ചെയ്യുന്നത്, വളരെ ലോ ടെമ്പറേച്ചറിൽ പോലും വാട്ടറിനെ വേപ്പറൈസ് ചെയ്യാൻ വേണ്ടി എന്താണ് ഈ വാക്യൂം കണ്ടീഷൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഹൈ ടെമ്പറേച്ചർ വരുന്നതിന് മുമ്പ് ഫുഡിനെ എന്ത് ചെയ്തിട്ടും നമുക്ക് ഡ്രൈ ചെയ്ത് കിട്ടും. ഓക്കെ, in addition, the low level of oxygen in the atmosphere diminishes oxidation reaction during drying. And അവിടെ എന്താണ് ഓക്സിജന്റെ പ്രസൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഫുഡിനകത്ത് ഫർദർ ഓക്സിജൻ റിലേറ്റഡ് റിയാക്ഷൻസ് ഒന്നും എന്താണ് നടക്കില്ല. ഇൻ ജനറൽ, color, texture and flavor of vacuum dried products are improved compared with air dried products. So air dried products വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഫുഡിന്റെ കളർ, ടെക്സ്ചർ, ഫ്ലേവർ ഓഫ് വാക്യൂം ഡ്രൈഡ് products എന്താണ് നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇൻ സം കേസസ് ദ പ്രോഡക്റ്റ് ഈസ് കമ്പാരബിൾ ടു ദ ക്വാളിറ്റി ഓഫ് ഫ്രീസ് ഡ്രൈഡ് products. ആൻഡ് ചിലതിന്റെ ഒക്കെ കേസിൽ എന്താണ് നമുക്ക് ഫ്രീസ് ഡ്രൈഡ് ഫുഡ് പ്രോഡക്ട്സിന്റെ പോലെ തന്നെയാണ് എന്ത് ഈ വാക്യൂം ഡ്രൈഡ് products എന്ന് പറയുന്നത്. അപ്പൊ വാക്യൂമിന്റെ കേസിൽ അതിനകത്ത് ഓക്സിജൻ ഉണ്ടാവില്ല, പ്രഷർ ഉണ്ടാവും. അപ്പൊ എന്താ ലോ ടെമ്പറേച്ചറിൽ തന്നെ ഫുഡിനകത്തെ മോയ്സ്ചർ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഹൈ ടെമ്പറേച്ചർ കൊണ്ട് ഉണ്ടാവുന്ന ചേഞ്ചസിനെയൊക്കെ എന്താണ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് എന്താ നമ്മുടെ വാക്യൂം ഡ്രൈയിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതൊരു ഡെസിക്കേറ്റഡ് സീലിംഗ് പ്ലേറ്റ് ആണ്. ഇതിനകത്ത് എവിടെയാണ് വാക്യൂം പമ്പ്. അപ്പൊ നമ്മുടെ ഈ ഒരു എക്യുപ്മെന്റ് അകത്താണ് നമ്മുടെ പ്രോഡക്റ്റിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ആൻഡ് ഈ വാക്യൂം പമ്പിന്റെ ഹെൽപ്പോട് നമ്മൾ എന്താണ് ഇതിനകത്ത് വാക്യൂം പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത പ്രോസസ് ആണ് എന്ത് ഫ്രീസ് ഡ്രൈയിങ് എന്ന് പറയുന്നത്. ഫ്രീസ് ഡ്രൈയിങ് എന്താന്ന് വെച്ചാൽ വിച്ച് ഇസ് ഓൾസോ നോൺ ആസ് എന്താണ് ലയോഫിലൈസേഷൻ പ്രോസസ്. ഓക്കെ, അതായത് നോർമലി നമ്മൾ ഫുഡിനെയൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, സോളിഡിനെ ആദ്യം ലിക്വിഡ് ആക്കും, ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ആക്കും, ദെൻ ഗ്യാസിൽ നിന്നാണ് നമ്മൾ പ്ലാസ്മ ആക്കിയത്. പക്ഷെ ഇവിടെ എന്താണ് നമ്മൾ സോളിഡിനെ ഡയറക്റ്റ് ആയിട്ട് എന്താണ് വേപ്പർ ആക്കാണ് ബൈ മീൻസ് ഓഫ് ദ പ്രോസസ് നോൺ ആസ് സബ്ലിമേഷൻ. ഓക്കെ, in freeze drying, the frozen material is subjected to a pressure below the triple point and heated to cause ice sublimation to vapor.
സോ ഫ്രീസ് ഡ്രൈയിങ്ങിന്റെ കേസിൽ എന്താന്ന് വെച്ചാൽ നമുക്ക് ഏത് മെറ്റീരിയലിന്റെ ഏത് പ്രൊഡക്റ്റിനെ ആണോ ഡ്രൈ ചെയ്യേണ്ടത് അതിനെ എന്താണ് നമ്മൾ ട്രിപ്പിൾ പോയിന്റിനേക്കാൾ കുറഞ്ഞ പ്രഷർ. ട്രിപ്പിൾ പോയിന്റ് എന്താണ്? നമ്മുടെ 3 സ്റ്റേറ്റ്സും ഇക്വിലിബ്രിയത്തിൽ വരുന്നതാണ് എന്ത് ട്രിപ്പിൾ പോയിന്റ് എന്ന് പറയുന്നത്. അതിലും കുറഞ്ഞ പ്രഷറിൽ എന്താണ് നമ്മൾ ഇതിനെ ഹീറ്റ് ചെയ്യും, ഇതിനകത്ത് ഹീറ്റ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ എന്താണ് സോളിഡിൽ നിന്ന് വേപ്പർ ലിക്വിഡ് ആവാതെ ഡയറക്റ്റ് എന്താണ് അത് വേപ്പറിലേക്ക് കൺവേർഷൻ നടക്കും. ഓക്കെ, this method is usually used for high quality dried products which contain heat sensitive components such as vitamins, antibiotics, microbial culture, etc. So high quality dried productsന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്താണ് ഫുഡിനകത്ത് വൈറ്റമിൻസോ ആന്റിബയോട്ടിക്സോ മൈക്രോബിയൽ കൾച്ചർ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പൊ അതിനെയൊക്കെ എന്താണ് അങ്ങനെ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള കമ്പോണൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. The virtual absence of air and low temperature prevents deterioration due to oxidation or chemical modification of the product. സോ എന്താണ് ഇതിനകത്ത് എയറിന്റെ പ്രസൻസ് അധികം ഉണ്ടാവില്ല ആൻഡ് ലോ ടെമ്പറേച്ചറും ആണ്. അതുവഴി എന്താണ് അതൊക്കെ കൊണ്ട് ഈ ഓക്സിജന്റെ പ്രസൻസിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനെയോ അല്ലെങ്കിൽ മറ്റ് ഫുഡിനകത്ത് ഉണ്ടാവുന്ന കെമിക്കൽ മോഡിഫിക്കേഷൻസിനെയൊക്കെ എന്താണ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇറ്റ് ഓൾസോ ഗിവ്സ് വെരി പോറസ് പ്രോഡക്ട്സ് വിച്ച് റിസൾട്ട്സ് ഇൻ ഹൈ റീഹൈഡ്രേഷൻ റേറ്റ്. ആൻഡ് ഈ പ്രോഡക്ട്സ് എന്താണ് വളരെ പോറസ് ആണ്, അതുകൊണ്ട് തന്നെ ഇതിന്റെ റീഹൈഡ്രേഷൻ റേറ്റ് എന്താണ് വളരെ കൂടുതലാണ്. However, freezing drying is a slow and expensive process. A long processing time requires additional energy to run the compressor and refrigeration unit, which makes the process very expensive for commercial use. So normally freeze drying process പറയുന്ന സ്ലോ ആയിട്ടുള്ള മെത്തേഡ് ആണ്, ബട്ട് ഇറ്റ്സ് എന്താണ് ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോസസ് ആണ്. കാരണം ഇതൊരു ലോങ് പ്രോസസ് അല്ലെങ്കിൽ ഇതിനകത്ത് എന്താണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് അതിന്റെ ആ ഒരു ഫ്രീസിങ് പ്രോസസ് ചെയ്യാൻ വേണ്ടി ഒരു കംപ്രസർ വേണം, ഒരു റെഫ്രിജറേഷൻ യൂണിറ്റ് വേണം. സോ അതെന്താണ് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ്. അതിനകത്ത് യൂസ് ചെയ്യുന്ന റെഫ്രിജറേറ്റ് എല്ലാം എന്താണ് ഡിഫറെന്റ് ആണ്, എക്സ്പെൻസീവ് ആണ്. ദസ് ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ഹൈ വാല്യൂ പ്രൊഡക്ട്സ്. അതുകൊണ്ട് തന്നെ എന്താണ് ഹൈ വാല്യൂ പ്രൊഡക്ട്സിന്റെ കേസിൽ മാത്രമേ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുള്ളൂ, ഈ ഫ്രീസ് ഡ്രൈയിങ് പ്രോസസ്സ് യൂസ് ചെയ്യുന്നുള്ളൂ. താങ്ക് യു. സോ ഇതൊക്കെയാണ് നമ്മൾ പറയുന്ന ഫ്രീസിങ് അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഡ്രൈയിങ് ആൻഡ് ഡീഹൈഡ്രേഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിനകത്ത് നമുക്ക് അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതില്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ എടുത്തു പോയത്. ഓക്കെ, സോ ടെമ്പറേച്ചറും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കി വെക്കാം. ആൻഡ് നിങ്ങളുടെ MCQനകത്ത് ഞാൻ വേറെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് കിട്ടുന്നതും കൂടെ ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഈ സ്റ്റഡി മെറ്റിനകത്ത് ഇല്ലാത്ത വേറെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നതും കൂടെ ഞാൻ ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ.